വർഷങ്ങളായി ഇന്ത്യ അമേരിക്കയെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കമ്പനികളിൽ നിന്ന് ഇന്ത്യ വൻ നികുതി ഈടാക്കി. എന്നാൽ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ എല്ലാം മാറി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് US ധാരാളമായി പണം സമ്പാദിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഉടൻ തന്നെ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിലെത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നല്ലൊരു സുഹൃത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. India for years took advantage of this country. They charged us tremendous tariffs and they paid nothing. They wouldn't let Harley, as an example, in the past, they wouldn't let Harley Davidson sell its motor. They would charge 200% tariff. So Harley Davidson was precluded. They ended up going to India and building their own plants, which is unfortunate that that happened, but it happens. That was before me. But they charged tremendous amounts of tariffs to our company, and we didn't charge them anything. You know, they sold motorbikes here too. You know, we charged them nothing. And now it's the exact reverse. And we're making a lot of money with India, but we'll get to a deal. Because I like your Prime Minister a lot. He's a good friend of mine. Get along great, and we're going to make a deal. We have a very good relationship. അജയ് തന്നെ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഗുഡ് ഫ്രണ്ട് തന്നെയാണെന്ന് ട്രംപ് വീണ്ടും പറയുന്നുണ്ട് മോദിയെക്കുറിച്ച്. പക്ഷേ ഈ 4 ദിവസം ഇരു രാജ്യങ്ങളിലെയും നേതാക്കളൊക്കെ ചർച്ച നടത്തിയാണ്. ഈ വ്യാപാര ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷമാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? ഹരി, പ്രതിസന്ധികൾ ഒഴിയുന്നില്ല. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂഡൽഹിയിൽ വെച്ച് ഇരു രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പുതിയ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അതേസമയം തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് ഏതാണ്ട് 60ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്ക 12.5% അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ അവർ ഒരു നീക്കം നടത്തുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. US-ന്റെ വ്യാപാര നിയമത്തിന്റെ 301 വകുപ്പ് പ്രകാരമാണ് ഈ നടപടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. US-മായി ഒരു പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പ്രാധാന്യം തന്നെ നഷ്ടപ്പെടുന്ന മറ്റൊരു നീക്കം തന്നെയാണ് ഇതെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പക്ഷേ US-ന്റെ ഇന്ത്യയിലെത്തിയ പ്രതിനിധിയൊക്കെ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന്, ഈ അധിക തീരുവയിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കുമെന്നൊക്കെ US-ന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഈ കാര്യത്തിൽ US-ന് ഉറപ്പ് നൽകാനാകും എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അവരുടെ ഭരണഘടനയിലുള്ള ഒരു ആർട്ടിക്കിൾ പ്രകാരം ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അത് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആപ്ലിക്കബിൾ ആകും. അതുപോലെ തന്നെ അവരുടെ പുതിയ പല വ്യാപാര പോളിസികൾ അത് മൊത്തത്തിൽ ഒരു കൺഫ്യൂസിംഗ് ആണ് എന്നും ഇന്ത്യയിലുള്ള പല നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ട്രംപിന്റെ വൈറ്റ് ഹൗസിൽ വെച്ചുള്ള പ്രസ്താവന അത് തീർച്ചയായിട്ടും ഒരു രസകരം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുമായിട്ട് ഒരു തീരുവ യുദ്ധം, അത് നേരത്തെ ഇന്ത്യയാണ് അമേരിക്കയ്ക്ക് അധിക തീരുവ ചുമത്തിയിരുന്നത്. ഹാർലി ഡേവിഡ്സൺ ഉൾപ്പെടെയുള്ള പല കമ്പനികൾക്കും അവർ അധിക തീരുവ ചുമത്തി. ബൈക്കുകൾക്ക് അവർ 200% തീരുവ വരെ ഉയർത്തുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക ഇന്ത്യൻ കമ്പനികൾക്ക് മേൽ അങ്ങനെ അധിക തീരുവയൊന്നും ചുമത്തിയിരുന്നില്ല. ഇന്ത്യൻ ബൈക്ക് നിർമ്മാതാക്കൾ അമേരിക്കയിലേക്കും വണ്ടികൾ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അമേരിക്ക യാതൊരുവിധ തീരുവകളും ചെലുത്തിയിരുന്നില്ല. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിൽ ലാഭം കൊയ്തുകൊണ്ടിരുന്നു. ഇത് തീർച്ചയായിട്ടും തനിക്ക് മുന്നേ ഭരണത്തിലിരുന്നവരുടെ കുറ്റമാണ്. അവരുടെ കഴിവുകേട് കൊണ്ടാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥിതിഗതികളൊക്കെ മാറി. തൻ്റെ അധിക തീരുവ കാരണം ഇപ്പോൾ തങ്ങൾ ഇന്ത്യയെ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുകയാണ് എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞു വെച്ചത്. ഒരു ഇന്ത്യൻ മാധ്യമപ്രവർത്തകനോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. പിന്നെ അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ്. അദ്ദേഹത്തെ താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കരാറിലേക്ക് എത്തിച്ചേരാനാകുമെന്നുള്ള പ്രതീക്ഷ കൂടി ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ പ്രതീക്ഷയാണ് ട്രംപ് പങ്കുവയ്ക്കുന്നത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോക്രോച്ച്